ഹലോ ഗായ്സ്, ക്വാളിസ് ലവേഴ്സ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്വാളിസിൻ്റെ തന്നെ എന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ എൻ്റെ ഇവിടെ കയ്യിലുള്ള ഒരു വാഹനം എന്നുള്ള രീതിയിൽ നമ്മുടെ ക്വാളിസിൻ്റെ ഓൾറെഡി സ്റ്റോക്ക് വന്നിരുന്ന ഒരു വീൽസ് ഉണ്ടായിരുന്നു. ഈ ഒരു അലോയ് വീൽസ് ആയിരുന്നു, അതായത് ഈ കാണുന്ന അലോയ് വീൽസ് ആയിരുന്നു നമ്മുടെ വണ്ടിയിൽ സ്റ്റോക്ക് വന്നിരുന്നത്. ഈ അലോയ് വീൽസ് ചേഞ്ച് ചെയ്ത് എൻ്റെ വണ്ടിയിൽ വേറൊരു PCDയിലുള്ള ഒരു അലോയ് വീൽസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ വാഹനത്തിൽ വരുന്ന സ്റ്റോക്ക് റിംസ് ആണെങ്കിലും, അതായത് നമ്മുടെ സ്റ്റീൽ ഡ്രംസ് ആണെങ്കിലും അലോയ് വീൽസ് ആണെങ്കിലും ചേഞ്ച് ചെയ്ത് മറ്റൊരു PCDയിലേക്കുള്ള, അതായത് ആ വീൽ നട്ടുകളുടെ ഗ്യാപ്പുകൾ ഡിസ്റ്റൻസ് വ്യത്യാസമുള്ള മറ്റൊരു PCDയിലുള്ള അലോയ് വീൽസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വണ്ടിയുടെ ഈ ടയറാണ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അലോയ് വീൽസ് ആയിരുന്നു കമ്പനി ഈ വണ്ടിക്ക് നൽകിയിരുന്നത്. ഇത് കമ്പനിയുടെ ടോപ്പ് എൻഡ് വണ്ടി ആയിരുന്നുകൊണ്ട് ഇത് കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ച അലോയ് വീൽസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ PCD എന്ന് പറയുന്നത് 114.3 PCDയിലുള്ള 4 ഹോൾ അലോയ് വീൽസ് ആണ് ഇത്. ഇപ്പോൾ നമ്മൾ അതിൽ നിന്നും മാറിയിട്ട് ഈ ഒരു അലോയ് വീൽസ് സെയിം സൈസാണ്, അതായത് ഇതിൻ്റെ 14 ഇഞ്ച് സൈസാണ് വരുന്നത്. ഇതേം 14 ഇഞ്ച് അതേ അലോയ് വീൽസ് തന്നെയാണ്. പക്ഷെ എന്നാൽ ഇതിൻ്റെ PCD വ്യത്യാസമുണ്ട്, ഈ ഹോളുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വ്യത്യാസമുണ്ട്. ഇത് 100 PCDയുടെ അലോയ് വീൽസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ PCD കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് അവസാനം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു അലോയ് വീൽസിൽ നിന്നും ഈ ഒരു അലോയ് വീൽസിലേക്ക് ഈ വാഹനത്തിന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയുടെ ഓൾറെഡി ഉണ്ടായിരുന്ന അലോയ് വീൽസ് കിടന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് നമ്മൾ കുറച്ചുകൂടെ ചേഞ്ച് ചെയ്ത് അലോയ് വീൽസ് ടയറും എല്ലാം കൂടെ കുറച്ചുകൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ള കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ടയർ ഊരി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഇത് വണ്ടിയിൽ ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. സെയിം ടയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു അലോയ് വീൽസിൽ കിടന്ന സെയിം ടയർ തന്നെയാണ്, പ്രത്യേകിച്ച് ടയർ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി വണ്ടി ജാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടയർ വീൽ നട്ടുകളെല്ലാം നമ്മൾ ജാക്കി വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ വണ്ടി ഓൾറെഡി ഇതിപ്പോൾ ടയർ നിലത്ത് മുട്ടിയിട്ടില്ല. നിലത്ത് മുട്ടി കിടക്കുമ്പോൾ തന്നെ വീൽ നട്ടുകളെല്ലാം തന്നെ ജസ്റ്റ് നമ്മൾ ലൂസ് ചെയ്ത് വയ്ക്കുക. ഒരു പിരിയെങ്കിലും ലൂസ് ചെയ്ത് വെച്ചതിന് ശേഷം മറ്റ് ടയറുകളിൽ ഒരു ടയറിലെങ്കിലും ജസ്റ്റ് ഫ്രണ്ടിൽ ബാക്കിലൊക്കെ ഒരു കല്ല് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സേഫ്റ്റി ഉറപ്പാക്കണം. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വണ്ടി, പ്രത്യേകിച്ച് ജാക്കിക്ക് സ്ലിപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പായിട്ട് വരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ജാക്കി വെച്ച് ഇതുപോലെ തന്നെ ഇപ്പോൾ ജാക്കി ഞാൻ ഉയർത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അലോയ് വീൽസിന് നമ്മുടെ കമ്പനി അലോയ് വീൽസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ഡിസ്റ്റൻസ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നട്ടിൻ്റെ വ്യത്യാസം കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കമ്പനി തന്നിരുന്ന ലിവർ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ അലോയ് വീൽസിൽ ഇതുപോലെ സ്റ്റീൽ നട്ടുകളായതുകൊണ്ട് അതിൻ്റെ ഇൻസൈഡ് കയറുന്ന നമുക്ക് 12 mm LT ലിവറാണ് പറ്റും. അപ്പോൾ LT ലിവർ ഇതുപോലെ നമ്മൾ ഇട്ടു. ഇനി വീലുകളെല്ലാം നമുക്ക് ലൂസ് ചെയ്ത് അഴിക്കാം. അപ്പോൾ ഇപ്പം നമ്മളിത് വീൽ നട്ട്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 12 mm LT ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന പുതിയ ടൈപ്പ് അലോയ് വീൽസിനൊക്കെ വരുന്ന മോഡൽ നമ്മുടെ കമ്പനി വരുന്ന ടൈപ്പ് ബോൾട്ടുകളല്ലാതെ ഇത്തരം ലുക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും കുറച്ച് ഭംഗി കിട്ടാനുമായിട്ട് ഇത്തരം സ്റ്റീൽ വീൽ നട്ട്സ് ആണ് കൂടുതൽ ഇപ്പോൾ ആളുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീൽ നട്ട്സിൽ നമുക്ക് ഇൻസൈഡിലാണ് ഓൾറെഡി ഇതിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ ലിവർ ഇങ്ങനെ ഇതുപോലെ ഒരു LT മേടിച്ചിരിക്കുകയാണ്. 12 mm ഒരു LTയും ഇതുപോലെ നല്ല അത്യാവശ്യം നല്ലൊരു ഗേജുള്ള ഒരു സ്റ്റീൽ പൈപ്പിൻ്റെ ഇത്ര നീളമുള്ള ഒരു കഷ്ണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ടയർ വളരെ ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തത്. എന്താണ് ഇങ്ങനെ ലിവറുകളൊന്നും യൂസ് ചെയ്യാതെ ചെയ്ത് എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ടയർ ഇതുപോലെ ഊരി എടുത്തിട്ടുണ്ട്. നമ്മുടെ അലോയ് വീൽസിൻ്റെ സൈസ് എല്ലാം സെയിം തന്നെയാണ്. ഇത് കമ്പനി വന്നിരുന്നതും 14 ഇഞ്ചാണ്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതുകൊണ്ട് ഒരു അലോയ് ഉണ്ടായിരുന്ന ഒരു വാഹനത്തിൽ നിന്നും ഒരു അലോയ് ഉള്ള വാഹനത്തിലേക്ക് വേറൊരു PCD മാറ്റൂ എന്ന് തന്നെയല്ല വിചാരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് കമ്പനി വന്നിരുന്നത് സ്റ്റീലിൻ്റെ വീൽ ഡ്രം ആണെങ്കിലും ഇതുപോലെ വരുന്ന അലോയ് വീൽസ് ആണെങ്കിലും
അതിൻ്റെ PCD എത്രയാണോ ആ PCDയിൽ നിന്നും നമുക്ക് വേറൊരു PCD ഉള്ള അലോയ് വീൽസിലേക്ക് ചേഞ്ച് ചെയ്യാം. അതിപ്പോൾ 14 കമ്പനി സ്റ്റോക്ക് വന്നിരുന്നെങ്കിൽ നമുക്കതിൽ നിന്ന് വേണേൽ 15 വേണേലും മാറ്റം വരുത്താം. ഇതുപോലെ അലോയ് വീൽസിലേക്ക് വേണം മാറ്റം വരുത്താം. പിന്നെ നമ്മളിതിന് ഒരു കാര്യം കൂടെ പറയുന്നത്, ഇങ്ങനെ മാറ്റം വരുന്ന ടൈമിൽ PCD കൺവേർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ അലോയ് വീൽസ് എത്രയാണോ ടയർ കിടന്നിരുന്നത് അതിനേക്കാളും ബോഡിയിൽ നിന്നും ഒരു ഇഞ്ചോളം എന്തായാലും ആ സ്പേസർ അല്ലെങ്കിൽ ടയർ കൺവേർട്ടർ എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ ഡിസ്റ്റൻസ് വ്യത്യാസം വരും. അതിപ്പോൾ ടയർ കൺവേർട്ടർ എന്താണ്, സ്പേസർ എന്താണ് എന്നുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. പിന്നീട് ഇതുപോലെ ഇപ്പോൾ ഈ അലോയ് വീൽസിന് പ്രൊജക്ഷൻ ഒന്നുമില്ല. അതായത് ഈ ഒരു അലോയ് വീൽസ് നേരെ ലെഗ് ആ ഒരു ലെവലിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് ടയറായിരുന്നു. എന്നാൽ ഈ ഒരു അലോയ് വീൽസിൽ കാണാം ഒരു ഇച്ചിരി പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീൽ നട്ട് കഴിഞ്ഞ് ടയർ ഒരു ഇച്ചിരി പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നോർമലി ഈ ക്വാളിസിന്, ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ ക്വാളിസിന് ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ, അതായത് ഒരു 2 ഇഞ്ചും കൂടെ ടയർ നമുക്ക് പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സംഭവം എന്താണെന്ന് കാണിച്ചു തരാം. ഈ ഇരിക്കുന്ന സംഭവമാണ്. ഞാനിത് കുറച്ചുകൂടെ അടുത്തടുത്ത് കാണിച്ചു തരാം. ഈ പിടിപ്പിച്ചിരിക്കുന്ന ഒരു സാധനം എക്സ്ട്രാ ആയിട്ട് ഈ വാഹനത്തിൽ പിടിപ്പിച്ചതാണ്. അപ്പം ഞാനിത് വീഡിയോ എടുക്കുന്നത് എൻ്റെ സ്വന്തം വാഹനത്തിൽ തന്നെ ഈ സാധനം ചെയ്ത് ഒരു 2 മാസത്തോളം ഉപയോഗിച്ച് ഇതിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം ആണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡ്രമ്മ് അലോയ് വീൽസ് എല്ലാത്തിലും കിടന്ന് ഇതിനൊരു ചെറിയതായിട്ട് പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ സ്പേസർ എന്ന് പറഞ്ഞ സാധനം ഈ ഇവിടം മുതൽ കാണാം, നിങ്ങൾക്ക് കാണാം, എല്ലാം കഴിഞ്ഞ് ഹബ്ബ് തീർന്ന ഒരു പോർഷനാണ് ഈ ഇവിടം വരെ വരുന്നത്. അതിനുശേഷം ഇത് ഇത്രയുള്ള മെറ്റൽ പോർഷനായിട്ട് വരുന്ന ഈ ഒരു സാധനമാണ് നമ്മൾ പറയുന്ന സ്പേസർ എന്ന് പറഞ്ഞ ഐറ്റം. ഈ സ്പേസറിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഇവിടെ 4 ഹോൾസ് പോലെ അതിനകത്തൊരു നട്ടൊക്കെ ടൈറ്റ് ചെയ്ത് അകത്തിരിക്കുന്നതായിട്ട് കാണാം. ഈ നട്ടിലായിരുന്നു, അതായത് ഈ കാണുന്ന ഇൻസൈഡ് കാണുന്ന ഈ 4 നട്ടിലായിരുന്നു ഓൾറെഡി നമ്മുടെ കമ്പനി തന്നിരുന്ന അലോയ് വീൽസ് ഈ വാഹനത്തിൽ മുറുക്കിയിരുന്നത്. എന്നാലും നമ്മളിപ്പം അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലോയ് വീൽസ്, അതായത് കമ്പനി തന്നിരുന്ന അലോയ് വീൽസിൻ്റെ PCD 114.3 ആയിരുന്നു എങ്കിൽ ഇപ്പം ഞാൻ ഈ സ്പേസർ, അതായത് ഈ ടയർ കൺവേർട്ടർ വെച്ച് ചെയ്തിരിക്കുന്നത് 114 നിന്നും ഈ പുതിയ നട്ടുകളിലേക്ക് വന്നപ്പോൾ 100 ആക്കിയിട്ടുണ്ട്. അതായത് ഇനി എന്താണ് ഈ 114, എന്താണ് ഈ 100 എന്ന് അറിയാൻ മേലാത്തവരെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്. ഈ പഴയ നട്ടിൻ്റെ കാര്യം ആദ്യം പറയാം. പഴയ ഒരു നട്ടും 2, 3, 4 നട്ടുകളായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഈ 4 നട്ടുകളുടെയും സെൻറ്റർ പോർഷൻ എല്ലാം കൂടെ കൂട്ടി മുട്ടി ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ആ വൃത്തത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്ന സാധനമാണ് PCD എന്ന് പറയുന്ന അളവ്. അപ്പോൾ ഈ പഴയ നട്ടിലുണ്ടായിരുന്ന 1, 2, 3, 4 ഇതെല്ലാം കൂടെ കൂട്ടി ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ വരുന്ന ഒരു ഡയമീറ്റർ പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു നട്ടിൽ നിന്നും ഇതിൻ്റെ നേരെ ക്രോസ് ആയിട്ട് വരുന്ന ഒരു നട്ടിലേക്കുള്ള, തൊട്ടടുത്തല്ല, നേരെ ക്രോസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന നട്ടിലേക്കുള്ള സെൻറ്റർ പോർഷൻ, അതായത് ഈ നട്ടിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ നട്ടിൻ്റെ സെൻറ്ററിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എത്ര മില്ലിമീറ്റർ ആണോ അതിനെയാണ് PCD എന്ന് പറയുന്നത്. ഇനി പുതിയ നട്ടിനെ കുറിച്ച് പറയാം. പുതിയ നട്ടല്ല, ബോൾട്ടിലേക്ക് പറയാം. പുതിയ ബോൾട്ട് എന്ന് പറയുമ്പോഴത്തേനും ഇതിപ്പോൾ 100 PCD ആണ്. ഇപ്പോൾ ഈ 4 എണ്ണവും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ രൂപപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്നും ഇതിൻ്റെ സെൻറ്റർ പോർഷനിലേക്കുള്ളത് ആ റൗണ്ടിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. ഇതിപ്പോൾ 100 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഈ 114 PCDയിൽ ഇടാൻ മേലാത്ത അലോയ് വീൽസ് നമുക്കിപ്പോൾ ഈ 100 PCDയിലേക്ക് ഇടാൻ വേണ്ടി നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഈ സംഭവം ഈ ഇത്രയും പിടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു സാധനം നമ്മുടെ എക്സ്ട്രാ ആയിട്ട് പിടിപ്പിക്കുന്നതിന് ടയർ, അലോയ് വീൽസ് അല്ലെങ്കിൽ സ്റ്റീൽ ഡ്രംസ് പിടിപ്പിക്കുന്നത് പോലെ നമ്മളിങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന വണ്ടിയിൽ ഹബിലുണ്ടായിരുന്ന നട്ടുകളിലേക്കും ഒരു ലോക്ക് നട്ട് ഇട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സാധനത്തിൽ ഫിക്സ് ചെയ്തിരുന്ന ബോൾട്ടിലേക്ക് നമ്മൾ ഇനി പുതിയതായിട്ട് നമുക്ക് ഏത് അലോയ് വീൽസാണോ ഇടേണ്ടത് അത് 100 PCD ആണ് ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് 100 PCD ഉള്ള 14 ഇഞ്ചോ 15 ഇഞ്ചോ ഏത് ഡ്രംസ് വേണമെങ്കിലും നമുക്ക് വണ്ടിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഈ സാധനം സ്പേസർ ആയിട്ടും യൂസ് ചെയ്യാം, ടയർ കൺവേർട്ടർ ആയിട്ടും യൂസ് ചെയ്യാം,
ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഈ ലെവലിൽ കിടന്നിരുന്ന ടയർ ഒരു ഇഞ്ചിന് മുകളിൽ, അതായത് 1.25 ഇഞ്ചോളം ഈ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഇപ്പോൾ പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന അലോയ് വീൽസിൽ കുറച്ച് പ്രൊജക്ഷനും കൂടെ ഉള്ളത് കൊണ്ട് ഓൾറെഡി എനിക്ക് 2 ഇഞ്ചോളം ടയർ പുറത്തേക്ക് പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഈ സാധനത്തിന് ഇപ്പോൾ ഇതിനെ ശരിക്കും നമുക്ക് പറയാം ടയർ കൺവേർട്ടർ എന്ന് തന്നെ പറയാം. ടയർ കൺവേർട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ PCD കൺവേർട്ട് ചെയ്തുകൊണ്ട് PCD കൺവേർട്ടർ എന്നാണ് ശരിക്കും ഇതിനെ പറയുക. ടയർ കൺവേർട്ടർ എന്നല്ല, PCD കൺവേർട്ടർ എന്ന് തന്നെ പറയാം. ഇനി നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുക, അതായത് നമ്മുടെ ഓൾറെഡി ഹബിൽ നിന്നും കുറച്ച് ദൂരം മാറ്റി നിർത്തുക. അതായത് 114 തന്നെ നമ്മൾ പുതിയ നട്ടും 114 തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു സ്പേസർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് PCD കൺവേർട്ട് ചെയ്യുന്നില്ല, ഓൾറെഡി ഉള്ള 114 തന്നെ 114 തന്നെ നിർത്തുകയാണെങ്കിൽ അവിടെ PCDക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പോൾ ഒരു സ്പേസറാണ്, നമുക്ക് കുറച്ച് സ്പേസ് പുറത്തേക്ക് ടയർ തള്ളിയെടുക്കുന്നതിനുള്ള ആവശ്യത്തിനേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ ബാക്കിലെ ടയറും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അവിടെ ഇരിക്കുന്നത്. ഹബ്ബിലേക്ക് ഡയറക്റ്റായിട്ട് അവിടെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടം വരെയാണ് ഈ അലോയുടെ പോർഷൻ കാണുന്നത്. അതിനുശേഷം അപ്പുറത്ത് കാണുന്ന ഈ ഒരു ബ്ലാക്ക് പോർഷനാണ് നമ്മുടെ PCD കൺവേർട്ടർ ഇരിക്കുന്നത്. ഈ റെഡ് കളറിൽ അടിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ വണ്ടിയുടെ ഹബ്ബാണ്. ഇതിലാർക്കും ഇനി ഒരു സംശയം വരേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് എൻ്റെ മൊബൈൽ നമ്പറും എൻ്റെ ഫേസ്ബുക്ക് എല്ലാത്തിൻ്റെയും അക്കൗണ്ട് ലിങ്ക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ വാട്സപ്പിലോ എങ്ങനെയും മെസ്സേജ് എന്നോട് ചോദിക്കാം. നമുക്ക് ഈ ഒരു സാധനത്തിന് മുടക്ക് വരുന്നത്, ഇപ്പോൾ എനിക്ക് മുടക്ക് വന്നേക്കുന്നത് 7500 രൂപയാണ് ഇതിന് മുടക്ക് വന്നേക്കുന്നത്. പിന്നെ പലരും എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്, അതായത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വണ്ടി ടയർ ഇട്ട് വണ്ടി കട്ടറൊക്കെ ചാടുന്ന സമയത്ത് ഇതുപോലെയുള്ള നമ്മുടെ വണ്ടിയുടെ വീലാർച്ചിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നാണ്. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ ഈ സാധനം ഇട്ടതിന് ശേഷം 2 മാസത്തോളം എൻ്റെ വാഹനം ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാനത് എൻ്റെ വീലാർച്ച് വേണമെന്ന് കാണിച്ചു തരാം. ടയർ ഇടിച്ചിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന വീൽ വെച്ച് വേറെ ഇഷ്യൂസൊന്നും എനിക്ക് വന്നിട്ടില്ല. ഇനി വീലിലും വേണമെന്ന് കാണിച്ചു തരാം. വീലിലും പ്രത്യേകിച്ച് ലൈൻസ് കാര്യങ്ങളോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇതുവരെ അങ്ങനെ ബോഡി തട്ടിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ബാക്ക് സൈഡിൽ വേണമെന്ന് കാണിച്ചു തരാം. ബാക്ക് സൈഡിൽ ക്വാളിസിനെ സംബന്ധിച്ച് മറ്റു വാഹനങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ വാഹനത്തിനെ സംബന്ധിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല ഒരു ചെളിയുള്ള റോട്ടിൽ കൂടെ പോകേണ്ട അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട്. ക്വാളിസിൻ്റെ ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ RS മോഡലിനാണെങ്കിലും ഏത് മോഡലിനായിരുന്നാലും ക്വാളിസിൻ്റെ ടയറുകൾ എപ്പോഴും ഇൻസൈഡാണ് നിൽക്കുന്നത്. അതായത് എന്ത് ലോഡ് വെച്ച് നമുക്ക് യൂസ് ചെയ്താലും ഈ ടയറുകൾ ഇൻസൈഡ്, വീലാർച്ചിന് ഇൻസൈഡായിരുന്നു കയറി പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാനൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ടയർ വരുവാണെങ്കിൽ എങ്ങനെ വന്നാലും എൻ്റെ വീലാർച്ചിൽ തട്ടാനുള്ള ചാൻസ് നന്നായിട്ട് അവിടെയുണ്ട്. കാരണം വീലാർച്ചും കഴിഞ്ഞിട്ടാണ് ടയർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷെ ഞാനിപ്പോൾ അത്യാവശ്യം ഒരു 5 പേര് വരെ ഞങ്ങൾ ഈ വാഹനത്തിൽ കയറി യാത്ര ചെയ്ത് നോക്കിയിരുന്നു. വേറെ ഇഷ്യൂസൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. ടയർ തട്ടിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ വേറെ പലരെയും ഒരു സംശയമാണ്, അതായത് ഇത്തരം നമ്മൾ വണ്ടിയുടെ വന്നിരുന്ന ഒരു ടയറിൽ നിന്നോ അല്ലെ ആ അലോയിൽ നിന്നോ ഡ്രമ്മിൽ നിന്നോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചുകൾ വരുത്തുമ്പം എന്തിനെങ്കിലുമൊക്കെ വ്യത്യാസം വരുന്നുണ്ടോ എന്നൊരു സംശയം വരാം. അതായത് നമ്മുടെ വാഹനത്തിനുണ്ടായിരുന്ന ആ ഒരു സ്റ്റെബിലിറ്റിക്കോ യാത്രാസുഖത്തിനോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ മൈലേജ് ഇങ്ങനെയുള്ള എല്ലാം ഒരു ഡൗട്ട് പലരും പറയാം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, എൻ്റെ ഈ ഒരു വാഹനത്തിന് ഞാനിപ്പോൾ ഇത് ചെയ്ത് ഒരു 2 മാസത്തോളം ഉപയോഗിച്ചതിന് ശേഷം ഞാൻ പറയുകയാണ്, എനിക്ക് മൈലേജിലൊന്നും ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. കാരണം നോർമലി ഉള്ള 14 ഇഞ്ച് എൻ്റെ ടയർ ഈ വീൽസ് തന്നെ അതേ സൈസ് തന്നെയാണ് എൻ്റെ പുതിയ വീൽസിനും വരുന്ന സൈസ് 14 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മൈലേജ് ഇഷ്യൂസ് ഒന്നും എനിക്ക് കാണിക്കുന്നില്ല. ഇനി എൻ്റെ ഒരു ഡൗട്ടാണ് അതിൽ മൈലേജ് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഫീലുണ്ട്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റീൻ്റെ ഇഷ്യൂ.
ഇതിപ്പോൾ ഞാൻ 14 ഇഞ്ച് ടയറിൽ നിന്നും, അതായത് ആ ഡ്രമ്മിൽ നിന്നോ അല്ല അലോയ് വീൽസിൽ നിന്നോ സെയിം സൈസിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. എനിക്ക് സ്റ്റെബിലിറ്റി പ്രോബ്ലംസോ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ നല്ല സ്പീഡിൽ, അത്യാവശ്യം നല്ല സ്പീഡിൽ ഹൈവേയിലും ഒക്കെ ഓടിച്ചു നോക്കി വാഹനം. എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുന്നുണ്ടോ, എന്തെങ്കിലും പെടപ്പോ ഒച്ചപ്പാട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി സ്പീഡില്ല, അതായത് നമ്മളൊരു 100 കിലോമീറ്റർ വരെ സ്പീഡിൽ വാഹനം ഓടിച്ചു നോക്കി. ഒരു ഇഷ്യൂസ് നമുക്ക് കാണിക്കുന്നില്ല. ഇനിയൊരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാത്രാ സുഖത്തിനെ കുറിച്ചാണ് പറയുന്നത്. യാത്രാ സുഖത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ, അതായത് റോയൽ സലൂൺ എന്ന് പറഞ്ഞ RS വേരിയൻ്റാണ്. ഈ ഒരു വാഹനത്തിലുണ്ടായിരുന്ന നല്ല യാത്രാസുഖം മാറി കുറച്ച് യാത്രാസുഖം കുറയും എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഈ വാഹനത്തിൽ ഇതുവരെ എനിക്ക് വേറെ യാത്രാസുഖത്തിനോ ബുദ്ധിമുട്ടുകളോ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ പലരും ഇതിൽ നമ്മൾ യാത്ര ചെയ്തു എല്ലാവരോടും ചോദിച്ചു. ആദ്യം നേരത്തെ ഈ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്നവർ തന്നെ ഇപ്പോൾ ഈ വാഹനത്തിൽ യാത്ര ചെയ്തതിന് ശേഷവും അവരോട് ഞാൻ ചോദിച്ചു നോക്കി. പഴയ ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് തന്നെ ഇപ്പോഴും തോന്നുന്നില്ല. ഡ്രൈവിംഗ് കംഫർട്ട് എന്നല്ല, ഒരു ട്രാവൽ കംഫർട്ട് ആണെങ്കിലും അതേ ഇത് തന്നെ കിട്ടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി 1-2 ചെറിയ കാര്യങ്ങളും കൂടെ പറയാം. അതായത് ഇങ്ങനെയുള്ള ടയർ കൺവേർഷൻ അല്ലെങ്കിൽ സംഭവങ്ങൾ അപ്സൈസിങ്, അതായത് നമ്മുടെ കമ്പനിയുടെ സ്റ്റോക്ക് വന്നിരുന്ന 14 ഇഞ്ചിൽ നിന്ന് നമ്മൾ 15 ഇഞ്ചിലേക്കൊക്കെ സ്റ്റോക്ക് ടയറിൽ നിന്നും ചേഞ്ച് വരുത്തി വലിയ ടയറുകളിലേക്കോ അലോയ് വീൽസിലേക്കോ മാറ്റം വരുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇൻഷുറൻസിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പം പല വാഹനങ്ങളിലെ സംബന്ധിച്ച്, ഞാനിത് ക്വാളിസിനെ സംബന്ധിച്ച് തന്നെയല്ല പറയുന്നത്, പല വാഹനങ്ങളിലും വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അപ്സൈസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടാനുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. എൻ്റെ ഈ വാഹനത്തെ സംബന്ധിച്ച് നോക്കുമ്പം ഇതിന് 16 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്തായാലും ഫുൾ കവർ ഇൻഷുറൻസ് കിട്ടുന്നില്ല. എനിക്കിത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും അങ്ങനെ വരുന്നില്ല. പിന്നെ അപ്സൈസ് ചെയ്യാതെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന അതേ സൈസിൽ തന്നെ ഇതുപോലെ PCD കൺവേർട്ട് ചെയ്ത് മറ്റ് അലോയ് വീൽസ് യൂസ് ചെയ്തുകൊണ്ട് വലിയൊരു ഇഷ്യൂസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ഞാൻ പറയുന്നതിലും എന്തെങ്കിലും വ്യത്യാസമായിട്ട് അനുഭവങ്ങളോ കാര്യങ്ങളോ ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുമോ, എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അലോയ് ചെയ്യുന്നതോ അപ്സൈസ് ചെയ്യുന്നതോ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കിടപ്പുണ്ട്. അതിനകത്ത് വാട്സപ്പ് ഉള്ള നമ്പറാണ്. അപ്പോൾ അതിനകത്ത് മെസ്സേജ് ചെയ്യുകയോ എന്ത് ചെയ്താലും അതിനകത്ത് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇല്ല ഈ വീഡിയോയുടെ കമൻറ്റായിട്ടും ചെയ്താലും അതിന് ഞാൻ റിപ്ലൈ തരാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ക്വാളിസ് ലവേഴ്സ് കേരളയുടെ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.